വർക്കല UDF സ്ഥാനാർത്ഥി വർക്കല കഹാറിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ വിശ്വപൗരൻ ശശി തരൂർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. എല്ലാ മഹാജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വലിയ സന്തോഷത്തോടെ ഞാൻ വർക്കല എത്തിയിരിക്കുന്നത്. കുറച്ചു കാലമായി ഞാൻ ഇവിടെ ഒരു പ്രചരണത്തിൽ വരാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. 2011-ലും 2016-ലും ശ്രീ വർക്കല കഹാറിന് വേണ്ടി ഞാൻ ഇവിടെ വന്ന് പ്രചരണം ചെയ്തിട്ടുണ്ട്. ഈ തവണ ഒരു 10 വർഷത്തിൻ്റെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ആദ്യമേ നിങ്ങൾ പ്രതിനിധിയാവുന്നുള്ളത്. 15 വർഷക്കാലം അദ്ദേഹം വർക്കലയ്ക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾ എല്ലാവർക്കും അറിയാം. 2001 മുതൽ 2016 വരെ ഈ നാട്ടിൽ കൊണ്ടുവന്ന ഓരോരോ വികസന കാര്യങ്ങൾ അതിൽ ശ്രീ വർക്കല കഹാറിൻ്റെ ഫിംഗർ പ്രിന്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം 2009 തിരുവനന്തപുരത്തിൻ്റെ പ്രതിനിധിയാവാൻ ആഗ്രഹിച്ചെത്തിയപ്പോൾ അദ്ദേഹം എന്നെ കയ്യിലെടുത്തിട്ട് എന്നെ ഉപദേശിച്ചത് ഇപ്പോൾ കൂടി ഓർമ്മയുണ്ട്. അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിന് MLA ഹോസ്റ്റലിൻ്റെ മുറിയിലിരുന്ന് ഓരോരോ കാര്യങ്ങൾ അദ്ദേഹം എൻ്റെ വേഷം കൂടി മാറ്റി അദ്ദേഹത്തെ പോലെ വെള്ള ഷർട്ട് മുന്നിൽ മുഴുവൻ പഠിപ്പിച്ച ആളാണ്. ആ ഉപദേശത്തെ ഒരിക്കലും സ്വീകരിച്ചതോ അത് കഴിഞ്ഞാൽ ഞാൻ മാറി എൻ്റെ രീതി തന്നെ ആയി. പക്ഷെ എന്നാലും ആ സ്നേഹം, ആ ഉപദേശം അദ്ദേഹം ഒരു നമ്മളെല്ലാവരും ഒരു ഗുരുദേവനായിട്ടാണ് ഞാൻ വർക്കല കഹാറിനെ കാണുന്നത്. അപ്പോൾ ഈ 15 വർഷം നിങ്ങൾക്ക് സേവനം ചെയ്ത് പോരാ, ഇനിയും ഈ വീഴ്ച, ഈ 10 വർഷക്കാലം നടന്ന കുറവുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഇനിയും ഈ വർക്കലത്തിനെ അദ്ദേഹത്തിൻ്റെ പേരിൽ നിങ്ങളെല്ലാവരുടെ പേരിൽ നന്നാക്കുന്ന വിശ്വാസത്തിൽ ഇറങ്ങുമ്പോൾ എനിക്ക് വലിയ സന്തോഷത്തിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത്. നിങ്ങളെല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ കൂടിയിരിക്കുന്നത്. പക്ഷെ അതിനൊപ്പം ഒരു വലിയൊരു ആവശ്യമുണ്ട്. എന്താണ് ഈ ആവശ്യം? ഈ സർക്കാരിനെ മാറ്റാൻ. 10 വർഷക്കാലമായിട്ട് കണ്ടിട്ടുണ്ട് ഈ സംസ്ഥാനത്തിനെ നശിപ്പിക്കുന്നത് ഓരോരോ കാര്യങ്ങളായി. ഞാൻ ലോകം മുഴുവൻ കേരള മോഡലിനെ കുറിച്ച് പ്രസംഗിച്ച് നടന്നൊരു വ്യക്തിയാണ്. ആ കേരള മോഡൽ പോയിട്ട് ഒരു ഡെറ്റ് മോഡലായിട്ട്, കടത്തിൻ്റെ മോഡൽ മുങ്ങിയിരിക്കും. ഈ സംസ്ഥാന സർക്കാരിന് കഴിവില്ലായ കാരണം എല്ലാ വർഷവും സെപ്റ്റംബർ ആകുമ്പോഴേക്കും സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. ശമ്പളം കൊടുക്കാനും ഓണം ബോണസ് കൊടുക്കാൻ വേണ്ടി അവർ കടം മേടിച്ചിട്ടാണ് ചെയ്യുന്നത്. ആ കടം നിങ്ങളുടെ മക്കൾക്കാണ് കൊടുക്കേണ്ടി വരിക. മനസ്സിലായില്ലേ? ഈ സർക്കാർ അതിന് നമ്മളെ ടാക്സ് ചെയ്തിട്ട് അവർക്ക് നമ്മുടെ എടുക്കാത്ത പണമില്ല. ഇന്ത്യയിൽ വെച്ചിട്ട് എല്ലാം വെച്ച് ഹയസ്റ്റ് സ്റ്റാമ്പ് ഡ്യൂട്ടി, പ്രോപ്പർട്ടി ടാക്സ്, സ്റ്റേറ്റ് ലിവി ഒക്കെ കേരളത്തിലാണ്. എന്താ നമ്മൾ ഇത്ര വലിയ പണക്കാരാണോ? അല്ല, സർക്കാരിന് വേറെ കഴിവില്ല. അതുകൊണ്ടാണ് നമ്മളിന്ന് ടാക്സ് വഴി അതിനെ പിടിച്ചെടുക്കാൻ നോക്കുന്നത്. എന്നിട്ടും കൂടി എല്ലാ വർഷവും അവര് പലിശകളിലും പെൻഷനിലും മാത്രം വികസനക്കാർ കൂടുതൽ ചെലവാക്കുന്നുണ്ട്. കടം വാങ്ങി പൈസ കൊടുത്തിട്ടാണ് നമ്മുടെ കാശിനെ അവർ ചെലവാക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ നന്മയ്ക്ക് വേണ്ടിയിട്ടോ ജനങ്ങളുടെ കാര്യങ്ങൾ നന്നാക്കാനോ വികസനം കൊണ്ടുവരാനോ അല്ല ഈ സംസ്ഥാന സർക്കാർ ഇരിക്കുന്നത്. അപ്പോൾ കണക്ക് കൂട്ടുന്ന സമയമായെന്ന് കോൺഗ്രസ് പറയുന്നു. പക്ഷെ അത് മാത്രമല്ല, മാറ്റത്തിൻ്റെ ഒരു സമയമാണ്. കഴിവുള്ള ഒരു സർക്കാരിനെ കൊണ്ടുവരണം. എന്തൊരു സർക്കാരാണ് നമുക്ക് വേണ്ടത്? ജനാധിപത്യ മുന്നണിയുടെ ഉദ്ദേശം എന്താണ്? നമ്മൾ കേരളത്തിൻ്റെ ഭാവി മാറ്റണം. എന്താണ് നമ്മൾ കാണുന്നത്? നമ്മുടെ യുവാക്കളൊക്കെ ഈ സംസ്ഥാനം വിട്ടിട്ടല്ലേ പോകുന്നത്. അവർക്ക് ഇവിടെ അവസരങ്ങളില്ലാത്ത കാരണം, തൊഴിലില്ലാത്ത കാരണം അവർ ഈ സംസ്ഥാനം വിട്ടിട്ട് പോയി വേറെ സംസ്ഥാനങ്ങൾക്കും വേറെ രാജ്യങ്ങൾക്കും പോകുന്നു. അച്ഛനമ്മമാർക്കിവിടെ മക്കളില്ലാതിരിക്കുന്ന ഒരു സ്ഥിതി എത്തിയിട്ടുണ്ട് കേരളം മൊത്തം. ഇതിൻ്റെ കാരണം വീണ്ടും സർക്കാരിൻ്റെ ഐഡിയാസ് ഇല്ല. എങ്ങനെയാണ് പരിഹാരം കൊണ്ടുവരാൻ നമുക്കറിയില്ല. ഞങ്ങൾക്കറിയാം, ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക ഇറങ്ങിയിട്ടില്ല, ഇറങ്ങുകയായിട്ടില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് ഇപ്പോഴേ പറയാം, നമുക്ക് പല ഐഡിയാസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഈ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾക്ക് തമിഴ്നാടിനെ പോലെയൊക്കെ വലിയ ഫാക്ടറികളൊന്നും കൊണ്ടുവരാൻ സാധിക്കില്ല. അതിന് ഭൂമിയില്ല, നമ്മളുടെ രീതി അങ്ങനെയാണ്. പക്ഷെ കേരളത്തിലെ അറിവും ബുദ്ധിയും കഴിവും നമ്മുടെ പരിസ്ഥിതി നോക്കിയിട്ട് നമുക്ക് നമ്മുടെ സാധനങ്ങൾ, അതിൽ ബയോടെക്നോളജി, ബയോജെനറ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, ഇതിലൊക്കെ മുൻകൈ എടുക്കാൻ പോവുകയാണ് നമ്മൾ. വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം കൊണ്ടുവന്നിട്ട്
കേരളത്തിൻ്റെ ബുദ്ധിയുള്ള മക്കളെ ഇവിടെ തന്നെ നിലനിർത്താനുള്ള സാധ്യത ഞങ്ങൾ ആൾക്കാർക്കും കമ്പനിമാർക്കും കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാരെ കിട്ടും. എന്നിട്ട് നിങ്ങൾ വർക്കലയിൽ ടൂറിസം എപ്പോഴും നന്നായി നടത്തിയിട്ടുണ്ട്. ടൂറിസമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. പക്ഷേ പുതിയ രീതിയിൽ ടൂറിസം നമുക്ക് ആവശ്യമുണ്ട്. ഇക്കോളജിക്കൽ ടൂറിസം, നമ്മുടെ നാടിൻ്റെ സൗന്ദര്യത്തെ സംരക്ഷിച്ചിട്ട് ടൂറിസം. സാധാരണ ബീച്ചും സമുദ്രവും മാത്രമല്ല, നമ്മുടെ വനത്തെ കൂടി അവർക്ക് വരാനുള്ള ആഗ്രഹമുണ്ടാകും. നമ്മൾ ശരിക്കും നടത്തിയാൽ ആരോഗ്യമേഖല നമുക്കറിയാം. ഇപ്പോൾ ആയുർവേദ എല്ലാവർക്കും അറിയാം, ആയുർവേദ ചെയ്യാൻ കേരളത്തിൽ പോകുന്നത്. പക്ഷെ അത് പോരാ. ആയുർവേദത്തിന് പുതിയ രീതിയിൽ പഠിച്ച് ഡോക്യുമെന്റേഷൻ ചെയ്തിട്ട് അതിനെ 21ാം നൂറ്റാണ്ടത്തെ പുതിയ മരുന്നുകൾ ഉണ്ടാക്കി ചൈനക്കാർ അന്യരാജ്യത്ത് ചെയ്യാൻ തുടങ്ങി പോലെ നമ്മളും കേരളത്തിനെ ഒരു വെൽനെസ് ക്യാപിറ്റൽ ആക്കാൻ സാധിക്കും ഭാരതത്തിൻ്റെ. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ ചിലർ പറയും ആരാണ് ഇത് ചെയ്യാൻ പോകുന്നത്, ആരാണ് ഇവിടെ കാശ് കൊണ്ടുവരാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ പറയാൻ പോവുകയാണ്, ബിസിനസ്സുകാർ കേരളത്തിൽ വന്നോളൂ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നിരുന്ന് മാത്രമല്ല, ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാനുള്ള ആവശ്യം എടുക്കും. ഹർത്താലിനെ നിഷേധിക്കും. ഹർത്താൽ വേണ്ട. ഒരു മനുഷ്യന് പ്രതിഷേധം ചെയ്യാൻ പൂർണ്ണ അവകാശമുണ്ട് ജനാധിപത്യത്തിന്. പക്ഷെ മറ്റേവരെ ശല്യപ്പെടുത്താൻ, അവരെ തടസ്സപ്പിക്കാൻ ആർക്കും അവകാശമില്ല. അത് നമുക്ക് വേണ്ട. ഈ സംസ്ഥാനം നമ്മൾക്ക് ജനങ്ങൾക്ക് വേണ്ടി ഇരിക്കണം. ജനങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് വേണം. ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ മാത്രമേ തൊഴിലുണ്ടാവൂ. ഈ നാട്ടിൽ തൊഴിലുണ്ടായാൽ മാത്രമേ സർക്കാരിന് ടാക്സ് റവന്യൂ കിട്ടുള്ളൂ. കടമെടുക്കാൻ ആവശ്യമുണ്ടാവില്ല. ഇതെല്ലാം ചെയ്യാനുള്ള ചിന്ത നമുക്കുണ്ട്. റെഗുലേഷൻ ചുരുക്കണം. നമ്മുടെ സർക്കാരിൻ്റെ അകത്ത് ഓരോരോ ഫയലിന് 4 ആൾക്കാരെ ഒപ്പിടാൻ എന്താവശ്യം? ഇതൊക്കെ മാറ്റി ബിസിനസ്സുകാരെ നമ്മളിവിടെ സ്വീകരിക്കാൻ പോവുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിൽ ചുവന്ന കൊടി കാണിച്ചവരെ മുടുക്കി വിടുന്ന പകരം ഈ സംസ്ഥാനത്തിൽ നമ്മുടെ മുൻകൈ എടുത്തിട്ട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരും. അതിൻ്റെ ഒപ്പം ഒരു ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട് നമ്മൾ നിയമമായിട്ട് കൊണ്ടുവരണം നിയമസഭയിൽ. ആ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഐഡിയ എന്തായിരിക്കും? നിങ്ങളുടെ കാശ് നമ്മുടെ സംസ്ഥാനത്തിൽ ഇറക്കിയാൽ നിങ്ങൾക്ക് ഞങ്ങൾ ഗ്യാരണ്ടി തരുന്നു. രാഷ്ട്രീയക്കാരൻ്റെ കാരണമോ അല്ലെങ്കിൽ ബ്യൂറോക്രസിയുടെ കാരണമായിട്ട് നിങ്ങൾക്ക് നഷ്ടം വരില്ല. ചുവന്ന കൊടി കാണിച്ചവരെ നിങ്ങളെ ചലിക്കാൻ സമ്മതിക്കില്ല. ഞങ്ങൾ അതിന് ഗ്യാരണ്ടി തരുന്നു. സംസ്ഥാന സർക്കാർ നിങ്ങൾക്ക് നിൽക്കും. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ കേരളം 1ാം സ്ഥാനത്ത് വീണ്ടും ഇന്ത്യയിൽ. അതാണ് നമ്മുടെ ഉദ്ദേശം. ഞാൻ എപ്പോഴും പറയും, ഇന്നലെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നവരാണ് നമുക്ക് ഭരിക്കുന്നത്. നാളെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമുക്ക് ആവശ്യമുള്ളത്. കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടി നമ്മുടെ യുവാക്കളെ നിലനിർത്താനും നമ്മുടെ യുവാക്കൾക്ക് ഒരു പുതിയ നാളെ കാണിച്ചു കൊടുക്കാനാണ് ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. അത് ഏത് മേഖലയായ ശരി, കർഷകരുടെ ശരി, സ്ഥിതിയായ ശരി, പ്ലാന്റേഷൻസായ ശരി, ടൂറിസമായ ശരി, നമ്മുടെ തീരദേശം നോക്കുമ്പോൾ തുറമുഖത്തിൻ്റെ ഒരു വികസനം, പോർട്ട് ലെഡ് ഡെവലപ്മെന്റ്, ഇത് കേരളം എന്തുകൊണ്ട് ചെയ്തിട്ടില്ല ഈ വർഷക്കാലങ്ങളൊക്കെ? ഇതെല്ലാം ചൂണ്ടിക്കാണിക്കാൻ നമ്മളുണ്ടാവും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഐക്യജനാധിപത്യ മുന്നണി വന്നു കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്തിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾ എല്ലാവരും കണ്ടു സുഖിക്കും. അതിനാണ് ഞാൻ നിൽക്കുന്നത്. വെറും മറ്റവരെ വിമർശിച്ചിട്ടോ ആരോപണം പറഞ്ഞിട്ട് മാത്രമല്ല നിങ്ങളുടെ വോട്ട് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ പറയുന്നു, ഒരു പോസിറ്റീവ് ചേഞ്ച്, ഒരു നല്ലൊരു മാറ്റം. നാളെക്കുറിച്ച് ചിന്തിക്കൂ. കേരളം നിങ്ങൾ ഭരിക്കണം, നിങ്ങൾ നയിക്കണം. അതിനുവേണ്ടി ഐക്യജനാധിപത്യ മുന്നണിയെ ജയിപ്പിക്കണം. അതാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹം. അപ്പം അതിനുവേണ്ടി ശ്രീ വർക്കല കഹാറിനെ നിങ്ങൾ വിജയിപ്പിക്കണം.